മുരളീധരനെയും സുരേഷ് ഗോപിയെയും മറികടന്ന് ഇതാ VS സുനിൽകുമാർ മുന്നിട്ട് നിൽക്കുന്നു. ഉയർന്ന ചോദ്യം അപ്പോൾ ഈ തൃശ്ശൂരുകാർക്ക് കേന്ദ്രമന്ത്രിയെ വേണ്ടേ? NDA അധികാരത്തിലെത്തിയാൽ കേന്ദ്രമന്ത്രി എന്ന് ഉറപ്പിച്ചിരുന്ന ആളാണ്. അപ്പോൾ തൃശ്ശൂരുകാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കേന്ദ്രമന്ത്രിയെ വേണ്ടേ? അല്ലല്ല, ഒരു വിശകലനത്തിനുള്ള സമയമായിട്ടില്ല, ഒരു വിശകലനത്തിനൊന്നും ആയിട്ടില്ല. നമ്മൾ 823 വോട്ടിന് കണ്ണൂർ വരികയാണ്. കണ്ണൂരിൽ കെ സുധാകരൻ 49 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. നിതിന്റെ പ്രവചനങ്ങൾ, സ്പെക്കുലേഷൻസ് ഒക്കെ തെറ്റുന്നു. നോക്കൂ, MP ജയരാജനെ മറികടക്കുന്നു. പക്ഷെ മറ്റൊരു വാർത്ത, ദേശീയ തലത്തിൽ NDA കേവല ഭൂരിപക്ഷം പിന്നിട്ട് കഴിഞ്ഞു. 306 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നു. 139 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നു. 33 മറ്റുള്ളവർ ലീഡ് ചെയ്യുന്നു. കേവല ഭൂരിപക്ഷം പിന്നിട്ടിരിക്കുന്നു. 307 എക്സിറ്റ് പോൾ ഫലങ്ങളെ സാധൂകരിക്കുന്ന രൂപത്തിൽ 400+ കടക്കുമോ എന്നാണ് ഇനി നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ എക്സിറ്റ് പോൾ ഫലങ്ങളെ അതേപോലെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള മുന്നേറ്റം NDAക്ക് സാധ്യമാകുന്നു. 307 സീറ്റുകളിൽ NDA മുന്നിട്ട് നിൽക്കുന്നു. 141 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നു. 33 മറ്റുള്ളവർ ലീഡ് ചെയ്യുന്നു. 303 NDA മുന്നണി മുന്നിട്ട് നിൽക്കുന്നു. കേവല ഭൂരിപക്ഷം തൃശൂർ 836 VS സുനിൽകുമാറിന്റെ ലീഡ്. തീർച്ചയായും 836 വോട്ടുകൾക്ക് VS സുനിൽകുമാർ ലീഡ് ചെയ്യുന്നു. മറ്റൊരു മണ്ഡലം നമ്മൾ എടുത്തു പറയണം, കാസർഗോഡ്. തുടക്കം മുതൽ കാസർഗോഡ് ഇടതു മുന്നണി ലീഡ് ചെയ്യുന്നു. രാജ്മോഹൻ ഉണ്ണിത്താന് എത്തി നോക്കാനായിട്ടില്ല. തുടക്കം മുതൽ കാസർഗോഡ് പോസ്റ്റൽ വോട്ടുകളും അതെ, EVM അതെ. EVS തുടക്കം മുതൽ തന്നെ MV ബാലകൃഷ്ണൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി. ഒരു CPM-ന്റെ കോട്ടക്കൊത്തളം, ഇടതുമുന്നണിയുടെ കോട്ടക്കൊത്തളം. രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും രാമറയ്ക്കും ശേഷം രാജ്മോഹൻ ഉണ്ണിത്താൻ പിടിച്ചെടുത്ത കാസർഗോഡ്. അത് പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ പിടിച്ചെടുത്ത് കഴിഞ്ഞ ഒരു തവണ മാത്രമാണ്. അതാ ഞാൻ പറയാം, കടന്നപ്പള്ളി രാമചന്ദ്രനും രാമണ്ണ റൈക്കും ശേഷം പിടിച്ചെടുത്ത മണ്ഡലത്തിൽ വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ MV ബാലകൃഷ്ണൻ, LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മുന്നിട്ട് നിൽക്കുന്നു. ഇപ്പോൾ മറ്റൊരു സുപ്രധാന 217 വോട്ടുകൾക്കാണ് 217. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി പറയേണ്ടത് കൊല്ലമാണ്. വലിയ സ്റ്റാർ ക്യാമ്പയിനറായി അല്ലെങ്കിൽ ഒരു സ്റ്റാർ സ്ഥാനാർത്ഥിയായി UDF കണ്ടിരുന്ന പ്രേമചന്ദ്രന് ഒരിക്കൽ പോലും പോസ്റ്റൽ വോട്ടുകളും EVM-ഉം എണ്ണി തുടങ്ങിയിട്ടും തലപൊക്കാനായിട്ടില്ല. 2000 വോട്ടുകൾക്ക് UDF മുന്നിട്ട് നിൽക്കുന്നു. 2000 പരം വോട്ടുകൾക്ക് NK പ്രേമചന്ദ്രൻ, RSP നേതാവ്, UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ കൊല്ലത്തിൽ ലീഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മുകേഷിന് നിരാശയാണ്. തീർച്ചയായും EVM എണ്ണി തുടങ്ങിയപ്പോൾ പ്രേമചന്ദ്രൻ ലീഡ് വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 13 ഇടതുമുന്നണി, 13 UDF, 6 ഇടതുമുന്നണി. 6 ഇപ്പോൾ ഇടതുമുന്നണി ലീഡ് ചെയ്യുന്നത്. മാവേലിക്കരയിൽ ഇടതുമുന്നണി ലീഡ് ചെയ്യുന്നു. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു മത്സരം നടക്കുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴയിലെ ട്രെൻഡിലേക്ക് നമുക്കെത്താം. കാസർഗോഡ് വടകര KK ശൈലജ ടീച്ചർ ലീഡ് ഉയർത്തിയിരിക്കുന്നു. 252 വോട്ടുകൾക്ക് വടകരയിൽ KK ശൈലജ, ഇടതുമുന്നണി സ്ഥാനാർത്ഥി KK ശൈലജ 252 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. പ്രേമേന്ദ്രന്റെ ലീഡ് 5000 പിന്നിട്ടിരിക്കുന്നു. 5000 അതായത് പ്രേമേന്ദ്രൻ 5003 വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. കൊല്ലം മണ്ഡലം UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ 5003 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, രാജ്യത്ത് 300 സീറ്റുകളിലാണ് BJP സഖ്യം മുന്നിട്ട് നിൽക്കുന്നത്. ഫിജി തുടക്കത്തിൽ മുകേഷിന്റെ ഒരു ആധിപത്യം അവിടെ കണ്ടിരുന്നു, ചില ഉയർച്ചകൾ വടകരയിലേക്ക് വരുമ്പോൾ 252 വോട്ടിന് KK ശൈലജ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് കൊല്ലത്തേക്ക് തന്നെ വന്നാൽ കൊല്ലത്ത് ഇപ്പോൾ ഒരു ആധിപത്യം UDF വ്യക്തമായി കാണിക്കുകയാണ്. ഒരു മുകേഷിന്റെ ഗ്ലാമർ അല്പം മങ്ങിയോ എന്നൊരു സംശയം. അദ്ദേഹം MLA ആണ്, MP ആയി മത്സരിക്കുന്നു. എന്തായാലും അദ്ദേഹം വലിയ ഇളക്കി മറിച്ചൊരു പ്രചാരണമൊക്കെ നടത്തി. പക്ഷേ പ്രേമചന്ദ്രന്റെ ഒരു ആധിപത്യം, RSPയുടെ ആധിപത്യം, UDF-ന്റെ ആധിപത്യം അവിടെ ഇളക്കാൻ കഴിയുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്ക് NDA-യിലേക്ക് വരാം. NDA 302, നേരത്തെ നിതിൻ സൂചിപ്പിച്ച പോലെ കേവല ഭൂരിപക്ഷം എന്നത് ഉറപ്പിക്കുമെന്നുള്ള സാധ്യതകളിലേക്കാണ് പോകുന്നത്. ഇന്ത്യ മുന്നണി 170-ലേക്ക് നിൽക്കുന്നു. ഒപ്പം മറ്റുള്ളവർ 19. നമുക്ക് കേരളത്തിൽ വിശദമായി എത്താം. LDF 713. തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, തൃശ്ശൂരാണ് ഏറ്റവും വലിയ പ്രത്യേകതയുള്ള മണ്ഡലങ്ങൾ. താമര വിരിയുമോ എന്ന് കേരളം മുഴുവൻ, രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൃശ്ശൂർ. എങ്ങനെയാണ് അവിടുത്തെ ട്രെൻഡ്, എങ്ങനെയാണ്, എത്രത്തോളമായി വോട്ടെണ്ണൽ, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അനീഷ് ആന്റണി. ഹലോ, കേൾക്കാമോ? പ്രേമേന്ദ്രനാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആറ്റിങ്ങലിൽ
ആറ്റിങ്ങൽ ജോയി മുമ്പിട്ട് നിൽക്കുന്നു, LDF മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകൾ. അതായത് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയാണ് 423 വോട്ടിന് മുന്നിൽ. വോട്ടിന്. കണ്ണൂരിൽ കെ സുധാകരനാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതായത് 14 UDF മുന്നിട്ട് നിൽക്കുന്നു. ഇപ്പോൾ 14 കേരളത്തിൽ, 6 മാത്രമാണ് LDF മുന്നിട്ട് നിൽക്കുന്നത്. ഒരു തരിയല്ല, ഒരുപാട് തരികൾ ബാക്കിയുണ്ട്. തീർച്ചയായും. എന്തായാലും ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നത് ഇപ്പോൾ കേരളത്തിൽ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. UDF വ്യക്തമായി